സെപ്റ്റംബർ 13 റിലീസാവുന്ന ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന സിനിമയിലെ നായകന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാസ്റ്റിക് മീഡിയ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അതൊക്കെ സുഖമാണ്. നമ്മളിതിനു മുമ്പ് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അതല്ലേ ഫസ്റ്റ് നായകനായിട്ടുള്ള സിനിമ? അന്ന് പറഞ്ഞ ഓർക്കുക തന്നെയാണ്. അപ്പോൾ അതിനുശേഷം അഭിനയിച്ച സിനിമയാണ് ഇത്. ചേട്ടാ, അതിനുശേഷം റജിന എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. പിന്നെ എന്നിൻ്റെ മൊയ്തീൻ ഡയറക്ടർ മറ്റേ RS വിമലങ്ങളെ സെക്കൻഡ് ഫിലിമായ ശശിയും ശൗന്ദ്രം എന്ന് പറഞ്ഞ ഫിലിം ചെയ്തായിരുന്നു. അത് ഷൈൻ സിദ്ദിഖേട്ടൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് തേർഡ് ഫിലിം എന്ന് പറയുന്നത് ഇതാണ്. തേർഡ് ഫിലിമാണ്. അതിനുശേഷം ഉള്ള തേർഡ് ഫിലിം ഇതാണ്. അതിന് മുന്നേ 2-3 ഫിലിംസ് ചെയ്തായിരുന്നു. മെയിൻ അമൃത TV സൂപ്പർ ഡാൻസർ ജൂനിയർ 3 ഫൈനലിസ്റ്റ് ആയിരുന്നു. ഡാൻസിന് പറഞ്ഞായിരുന്നു. അതിന് ഇതിനകത്തേക്ക് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ചില ഇതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ചേട്ടാ കാക്കിപ്പുട എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. അപ്പം ശിവയങ്കള ഫിലിം തന്നെയാണ് ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും. അപ്പം ഷിബി ചാവക്കാട് അങ്കിള് 4 ഫിലിംസാണ് പുള്ളിക്കാരൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ ഫേമസ് പടമായിരുന്നു. പിന്നെ സെക്കൻഡ് പടം ആണ് 3 റസറികൾ എന്ന് പറഞ്ഞിട്ട് റോഷൻ ബഷീർ ചേട്ടൻ്റെ ഫിലിമായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തെറ്റില്ല, ഡയറക്ടർ നേരത്തെ പരിചയം എന്ന് വെച്ചാൽ ഷിബിങ്ങളൊരു ഫാമിലി പേഴ്സൺ പോലെയാണ്. മീനിങ് പീപ്പിൾ ഐ നോ ലൈക്ക് ഒരു ഗുഡ് ഹാർട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ബിക്കോസ് ലൈക്ക് നമ്മളറിയാമെന്നും പറഞ്ഞ് നമുക്ക് ചാൻസ് തരണമെന്നില്ല. ഇപ്പം പക്ഷേ അങ്കിള് ചെയ്യുന്ന എല്ലാ പടത്തിലും എവിടെയെങ്കിലും ഒരു വേഷം എനിക്ക് ബാക്കി 2 ഫിലിമിൽ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ഈ ഫിലിമിൽ പക്ഷേ മെയിൻ കഥാപാത്രം തന്നെയാണ്. മീനിങ് നമ്മൾ 4 ഞാൻ, വൈഷ്ണവ്, പിന്നെ റുഷിൻ, അബു സലീമിക്കയുടെ ഗ്യാങ്. അബു സലീമിക്കയുടെ ഗ്യാങ്. അത് വേറെ രീതി പറയുമ്പോഴാണ് സുകുമാരക്കുറുപ്പ് ആൻഡ് ഗ്യാങ് എന്ന് പറയുന്നത് സെയിം. ബ്രോ എങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ്? ഞാൻ പേരിലു പ്രീമിയർ ലീഗ് സീരീസ് അറിയായിരുന്നു. ഞാൻ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് തന്നെ നേരിട്ട് വിളിച്ചാണ് അവര്. ആ ഒരു സീരീസ് കാരണം ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഏതൊക്കെ വർക്ക്സ് ആണ് ചെയ്തിട്ടുള്ളത്? അതിനു മുമ്പ് ഞാൻ കുറുപ്പായിരുന്നു തുടങ്ങിയത്. കുറച്ച് ദുൽഖർ സൽമാന്റെ അതില് ഓഡീഷൻ വഴി കയറി. പിന്നെ കുറച്ച് സിനിമകൾ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം കുറുപ്പിലെ തന്നെ ചീഫ് അസോസിയേറ്റ് ആണ് പേരിലൂരിന്റെ ഡയറക്ടർ. അപ്പോൾ അങ്ങനെ നേരെ പേരിലൂരിലേക്ക് വന്നു. കുറുപ്പില് നമ്മൾ ദുൽഖർ സൽമാൻ കുറുപ്പ് ബാക്ക് ടു ബാക്ക് ആണ് അതന്നെ കുറുപ്പ് സുകുമാരക്കുറുപ്പ് 2 കുറുപ്പിലുണ്ട്. 2 കുറുപ്പിലുണ്ട്. ഭാഗ്യമുള്ള നമുക്ക് ദുൽഖർ സൽമാനെ കൊണ്ടുവരായിരുന്നു സുകുമാരക്കുറുപ്പായിട്ട് ഒരു ക്യാമിയോ ഒക്കെ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. ശരിയാണല്ലോ, അതും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വരാലല്ലേ. കണ്ടോ കണക്ഷൻ, കുറുപ്പിന്റെ കണക്ഷൻ യൂണിവേഴ്സ് ആക്കാൻ പറ്റിയൊരു കണക്ഷനും ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ എക്സ്പീരിയൻസ്? സിനിമയുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചില്ല ബ്രോ, ഇതേപോലെയായിരുന്നു. ഷോട്ട് വയ്ക്കുന്നു, ശിവയങ്ങള് പറയുന്നു ലൈക്ക് ഇതാണ് ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇതാണ് ഒരു മൂഡ്, അതിനനുസരിച്ച് ഡെലിവറി ചെയ്ത് പോവാം. പിന്നെ ബ്രോ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്ത് നമ്മൾ 4-5 പേരാണെങ്കിലും എല്ലാവർക്കും വേറെ ഒരു ലുക്സും വേറെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം ഹൈറ്റ് തന്നെ ഞാൻ 5 സംതിങ്ങേ ഉള്ളൂ, 7-8 അടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളെ മാനറിസം ആണെങ്കിൽ എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം എല്ലാവർക്കും അവരായ ഒരു സ്റ്റൈൽ ബേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഫിലിമിൽ ഇപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൊക്കേഷൻ ഒക്കെ വരുന്ന സിനിമയുടെ മൊത്തത്തിൽ ട്രിവാൻഡ്രത്തെ കഥയാണോ പറയുന്നത് ശരിക്കും? ട്രിവാൻഡ്രത്തെ കുറിച്ചല്ല, ട്രിവാൻഡ്രത്ത് ഉള്ള മീനിങ് ട്രിവാൻഡ്രം ആണെന്നുള്ളൊരു മെയിൻ ട്രിവാൻഡ്രം ബേസ് ആണ്. അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു ട്രാക്ക് പാട്ട് ചാവക്കാട് എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. പിന്നെ അല്ലാതെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു കോഫി ഷോപ്പിൽ ഉള്ള ഒരു സംഭവം. ആ കോഫി ഷോപ്പിന്റെ ഓണറാണ് നമ്മുടെ നമ്മളെ കോഫി ഷോപ്പിന്റെ ഓണറാണ്. ബാക്കി 4 മണ്ടന്മാരാണ്. അത് അബൂക്ക് പിന്നെ റിയലൈസ് ചെയ്ത അബൂക്കൊക്കെ അറിയാം, ഓൾറെഡി അത് അറിയാം. പറയുന്നുണ്ടല്ലോ നമ്മള് കേരളത്തിന്റെ എന്തായിരുന്നു ഇത് ആരെന്ന് ചോദിക്കുമ്പോ പിണറായി വിജയൻ കേരളം കണ്ടുപിടിച്ച അബൂക്ക് സംഭവം വെച്ചാല് ഇപ്പൊ നമുക്ക് ഫുൾ സ്റ്റോറി ലൈൻ അറിയുന്നില്ല ബ്രോ.
നമ്മളിപ്പോ വിചാരിക്കുന്നത് കഥയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ബ്രോ. കഥ നമ്മൾ എന്നാലും ഒരു ത്രെഡില് കേൾക്കും. ഓക്കെ ഓക്കെ. ഇനി നമ്മളൊരു ഫുള്ളൊന്നും കേൾക്കാറില്ല. ഫുൾ സ്ട്രെച്ച് കേട്ടിട്ട് അപ്പൊ അങ്ങനെ കേൾക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ അതെ അതെ ഓക്കെ. സോ നമ്മളൊരു ത്രെഡ് ലൈൻ കേട്ടു. ഷിബിയങ്കിള് പിന്നെ വിളിക്കുമ്പോ എന്താണ് ലീഡ് റോൾ അല്ലേ പടത്തിൽ ചേട്ടാ തന്നെ ഒരു ത്രെഡ് പറയുന്നു. പിന്നെ ഷിബിയങ്കിള് ആവുന്നതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ എക്സ്ട്രാ ഭയങ്കരമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അപ്പം ത്രെഡ് കേട്ടു, ഷൂട്ടിംഗ് സ്റ്റാർട്ടായി. അപ്പം അബു സലമിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താ തോന്നിയത്? ഒരു മാസ്, ഒരു ഫൈറ്റ്, ഒരു മൂഡാണെന്നാണ് നമ്മള്. പക്ഷെ അവിടെ പോയപ്പോഴും അബൂക്കയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അബൂക്ക തന്നെ പ്ലേ ചെയ്യുന്നത്. പക്ഷെ പണ്ട് എന്നുള്ളത് മാറ്റം വന്നിട്ടില്ല. അബു സലീമിക്ക് ഇപ്പൊ എന്താണ് നമ്മുടെ അമർ അക്ബർ അന്തോണി തൊട്ട് കോമഡികളിലേക്ക് മാറിയല്ലോ അല്ലേ? പക്ഷെ അതിന്റെ പക്ഷെ നമുക്ക് എപ്പോഴും പഴയ ചൈൽഡ്ഹുഡിലെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സീരിയസ് മാസ് വില്ലനൊക്കെ ആയിട്ട്. അതെ അതെ അതെ. ആ ഒരു തോട്ട് തന്നെയാണ് ആളെങ്ങനെയാണ് റിയൽ ലൈഫിൽ എങ്ങനെയാണ്? അടിപൊളിയാണ്. പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമ കാണുന്ന പോലെ ഭീകര ലുക്ക് ലൈക്ക് ബോഡി സൈസും കാര്യങ്ങളും അർണോൾഡ്. ഇത് നമ്മുടെ കേരളത്തിലെ അർണോൾഡ് ആണെന്നുള്ളൂ. പക്ഷെ ആറ്റിറ്റ്യൂഡ് വൈസ് എവറിത്തിങ് ഇസ് റിയലി സിമ്പിൾ ഹ്യൂമൻ ബീങ്. ബിക്കോസ് ബോഡി ഫിറ്റ്നസ് ഹെൽത്ത് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാനേ പോകില്ല. ചോദിച്ചാൽ ഒരു മാസം പോകും. നമ്മൾ ഉള്ള എല്ലാ ടൈമും വിളിച്ചിട്ട് ഇതാണ് ചെയ്യേണ്ടത്, ഈ ഫുഡ് കഴിക്കും, അത് കഴിക്കണം, വർക്കൗട്ടൊക്കെ ഞാൻ ചോദിച്ചു. അബൂക്ക ഫസ്റ്റ് നമ്മളെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായപ്പോൾ തന്നെ കോഫി ഷോപ്പിൽ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് ഞാൻ കള്ളം പറയുന്നില്ല. ഇവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇത് എഡിറ്റഡ് ആണോ? അബൂക്കർ സിക്സ് പാക്ക് സംഭവം ഫിലിമിലുണ്ട്. ഫിലിമില് നമ്മളെ ഷോപ്പിൽ മറ്റേ വിളക്ക് കത്തിക്കുന്ന ടോപ്പ് ഭാഗത്ത് തന്നെ ഒരു ഫ്രെയിം ചെയ്ത പിക്ചർ വെച്ചിട്ടുണ്ട് അബൂക്കൻ്റെ. ഞാൻ വിചാരിച്ചു ഫോട്ടോഷോപ്പാണ്. ബിക്കോസ് അത്രയും നല്ല നീറ്റ് ക്ലീൻ പാക്സ് ആയിരുന്നു ഫോട്ടോയില്. അല്ല ആൾക്കാരുടെ ടൈറ്റിലേക്ക് ഉള്ളതാണല്ലോ. മിസ്റ്റർ ഇന്ത്യ ഓൾമോസ്റ്റ് 3 times. മിസ്റ്റർ കോഴിക്കോട് അടിച്ചിട്ടുണ്ട്. മിസ്റ്റർ കേരള ഉണ്ടാവും. അപ്പം ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എഡിറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തായിരിക്കുമല്ലോ. അപ്പം റുഷ്യനും ചെറുതായിട്ട് പറഞ്ഞു എനിക്കും തോന്നുന്നതാണ്. അപ്പം ഞാൻ അബൂക്കരുടെ അടുത്ത് ചോദിച്ചു, അബൂക്ക് ഇത് ആ ടൈമിനുള്ള പിക്ചറാണ്. അപ്പം ഞാൻ വിചാരിക്കുമോ ഇനി ചിലപ്പം വല്ല മെഡിസിൻ കോഴ്സോ നാച്ചുറലൊന്നും ആയിരിക്കില്ല. അപ്പോൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ എത്ര മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യാൻ എനിക്കറിയാമോ? 6 hours ഒരു ദിവസം. അന്നത്തെ കാലത്ത് 6 മണിക്കൂർ. ബിക്കോസ് അന്നത്തെ കാര്യം ജിമ്മും എക്വിപ്മെൻറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അബൂക്കയുടെ ബോഡി അബൂക്ക ക്രിയേറ്റ് ചെയ്തത് ജസ്റ്റ് സിറ്റിംഗ് അറ്റ് ഹോമാണ്. ബിക്കോസ് ഇനി നമ്മളെ ഈ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞില്ലായിരുന്ന മീനിങ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വർക്കൗട്ട് ചെയ്യാനും നമുക്കിപ്പോൾ മീനിങ് പണ്ടത്തെ കാലം അതില് അപ്പൊ ഉരുളി അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ബോഡി സെറ്റ് ചെയ്തു. അന്ന് തൊട്ടേ പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോഴെന്ന് വെച്ചാൽ മസിൽ മെമ്മറി കാരണം അബൂക്കയ്ക്ക് ഒരു 2 days ജിം വിസിറ്റ് ചെയ്താൽ മതി, തിരിച്ച് ബോഡി അങ്ങ് സെറ്റായി അങ്ങ് പോകും. ബിക്കോസ് അന്ന് വർക്ക് ചെയ്തുകൊണ്ട് സെറ്റാണ്. ഇപ്പൊ യൂത്ത് ആയിക്കാണ് അവാർഡ് കിട്ടിയത്. ഇവിടെ യൂത്ത് നമ്മളാണ്.